എല്ലാ രാഷ്ട്രീയക്കാരും എനിക്കിഷ്ടമാണ്, എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും എനിക്കിഷ്ടമാണ്. ഒരിക്കലും കൊടിയുടെ കളർ നോക്കി ആരും സംസാരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഓരോ നാടിനും അതിൻ്റെ വികസനത്തിനായിട്ട് ഓരോ നാട്ടിലും ഓരോ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും, രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും, ലോകത്തെല്ലായിടത്തും അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. അവിടെയാണ് ഏതൊരു പരിപാടി നടത്തേണ്ടത്. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂർ നഗരസഭാ പരിധിയിലും പുനലൂർ നഗരസഭാ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ നടക്കുന്ന ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട, ഇത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇനി ഇത് ആവർത്തിച്ച് പോകും. അതായത് സാധാരണക്കാരായ ജനങ്ങൾ, ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം പറയാം, ഒരൊറ്റ ബസ് സ്റ്റോപ്പുകളില്ല. ജനങ്ങൾ ഇന്ന് രാവിലെ തുടങ്ങിയ മഴ ഇതുവരെയ്ക്ക് ചെയ്തില്ല, ഒരാഴ്ച കൊണ്ട് തീർത്ത് മഴയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ബസ് കയറാൻ നിൽക്കുന്ന രണ്ട് ഭാഗം, ഒന്ന് PNS ജംഗ്ഷനും ഒന്ന് മാർക്കറ്റ് ജംഗ്ഷനും. ഈ മാർക്കറ്റ് ജംഗ്ഷനിലെ ഒരു ഗതികേട്, അതിൻ്റെ മുമ്പിൽ എല്ലാ രാഷ്ട്രീയക്കാരും, കൊടിയുടെ കളറില്ലാതെ എല്ലാ രാഷ്ട്രീയക്കാരും രാപകരില്ലാതെ പരിപാടി നടത്തുന്ന ഒരു ജംഗ്ഷനായി മാറി. മനസ്സിലായില്ലേ? പിന്നെ വികസനത്തിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇവിടെ ടൗൺ ഹാളിന് വേണ്ടി വികസനം വന്നു, ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ വികസനം വന്നു, ഏറ്റവും വലിയ ഗ്രൗണ്ടിൻ്റെ വികസനം വന്നു. ഇപ്പോൾ മാർക്കറ്റുമായിട്ട് ആദ്യം ഒന്ന് സ്ലോട്ടർ ഹൗസിന് വേണ്ടിയിട്ട് ഞാൻ കേസ് കൊണ്ട് പോയ സമയത്ത് ഞാനാണ് കേരളത്തിലെ ഈ ഹൈക്കോടതിയിൽ സ്ലോട്ടർ ഹൗസുകളില്ലാതെ ഇറച്ചി വെട്ടരുതെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓർഡർ മേടിച്ചൊരു വ്യക്തിയും കൂടെ പുല്ലൂർ സാംസ്കാരിക സമിതിക്ക് വേണ്ടി AKNS വന്നാൽ ഞാൻ തന്നെ വാങ്ങി. ചിലപ്പോൾ ഇവരെല്ലാം മറന്നുപോയി കാണും, മാർക്കറ്റിൽ കുറച്ചവർക്ക് ഓർമ്മയാണ്, എനിക്ക് അങ്ങനെ വലിയ പബ്ലിസിറ്റി ഒന്നും വേണ്ട. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ അതിൻ്റെ എല്ലാം 3-4 അങ്ങോട്ട് ഉദ്ഘാടനം തുടങ്ങും. അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ നോക്കുക, ഈ റോഡിൻ്റെ വീതി എത്ര വേണം. ഈ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ഈ കാണുന്നതാണ് നഗരസഭ ആദ്യത്തെ ഇവിടുത്തെ വേറെ മറ്റൊരു ബിൽഡിംഗ്. അതിനെക്കുറിച്ചും പറയണ്ട. ആ കാണുന്നത് ഇത് ബസ് സ്റ്റോപ്പാണ്, KSRTC ബസ് സ്റ്റോപ്പ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ബസ് സ്റ്റോപ്പ്. ഈ 2 ബസ് സ്റ്റോപ്പുകളാണ് ഇവിടെയാണ് ഇപ്പോൾ ഈ ഒരു പരിപാടി നടത്താൻ വേണ്ടി ഇത്രയും കടക്കാർക്ക് ബുദ്ധിമുട്ടാക്കിക്കൊണ്ട്, അത് അവരുടെ കാര്യം, അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇല്ല, അതൊന്നും എൻ്റെ വിഷയമല്ല. പക്ഷേ നമുക്ക് ഈ നമ്മുടെ ചെമ്മന്തൂർ കോടിക്കണക്കിന് രൂപ മുടക്കി, ഈ പുനലൂർ പട്ടണത്തിലെ ചെമ്മന്തൂർ കോടിക്കണക്കിന് രൂപ മുടക്കി കൃഷ്ണപിള്ള സ്മാരകം, ഒരു വലിയ ഹാള്, മഴയില്ലാതെ ചെയറുണ്ട്, എല്ലാ സംവിധാനമുണ്ട്, നഗരസഭയുണ്ട്. അവിടെ നടത്തേണ്ട പരിപാടികൾ ഇത്ര ഓപ്പണായിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഇവിടെ നടത്തേണ്ടുള്ള ഗുണം എന്താണെന്ന് ഇവിടുത്തെ MLA യും MP യും അത് കണക്കുള്ള മറ്റു രാഷ്ട്രീയക്കാരും, അത് ചെയർമാനായിക്കോട്ടെ, ചെയർപേഴ്സൺ, നിങ്ങളോടൊന്നും എനിക്ക് വിരോധമില്ല. പക്ഷേ ഇതൊക്കെ ഒരു മാറ്റം വരണം. നിങ്ങൾ പറയുമല്ലോ മറ്റു രാജ്യങ്ങളെ ഇപ്പോൾ കണ്ടു നോക്ക്, മറ്റു രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ എന്താ? ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടത്തണമെങ്കിൽ എന്ത് ചെയ്യും? അവർ അതിനായ പ്രത്യേക സ്ഥലം ഇട്ടിട്ടുണ്ട്. ആ രാജ്യങ്ങളിൽ പ്രത്യേക സ്ഥലങ്ങളിട്ടു. അവിടെ പ്രതിഷേധമായാലും അല്ലെങ്കിൽ ധാരണയായാലും അല്ലെങ്കിൽ മറ്റെന്ത് കുന്തമായാലും നടത്താൻ പാടുള്ളൂ. ഇത് കണക്ക് പോസ്റ്ററുകളും വാരിക്കെട്ടി കൊടികളും മരങ്ങളും ആക്കി വൃത്തികേടാക്കി പോസ്റ്റർ ഒട്ടിച്ച് വൃത്തികേടാക്കുന്ന പരിപാടി നടങ്ങില്ല. ഇതൊക്കെ കൊച്ചു കേരളത്തിൽ, ബാംഗ്ലൂർ വരെ ഞാൻ കണ്ടിട്ടില്ലെന്നുള്ള, ഈ കൊച്ചു കേരളത്തിലൊക്കെ നടക്കുന്നുള്ളൂ. നടത്തിക്കോ, നിങ്ങൾക്ക് എന്തു ആവാം. കാരണം രാഷ്ട്രീയക്കാരുടെ കൊടി വെട്ടി രാഷ്ട്രീയക്കാരുടെ കുപ്പായം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുവാ? മനോഹരമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അണ്ടൽ നിന്നുകൊണ്ട് കാണിക്കുന്ന തോന്നിവാസങ്ങൾ ചിലർ അത് വിളിച്ചു പറയേണ്ടി തന്നെ വരും. അത് വിളിച്ചു പറയാനത്ത് എനിക്കൊരു പേടിയുമില്ല, ഭയവുമില്ല. കാര്യം അങ്ങനെ വിളിച്ചു പറഞ്ഞ് തന്നെയാണ് എന്നെ ഇത്രയും പ്രേക്ഷകർ കാണാറുള്ളത്. അല്ല, ഒരുപാട് കാര്യം നെഗറ്റീവുണ്ട്, എന്നെ വഴക്ക് പറയുന്നവരുണ്ട്, ഒരുപാട് തെളിയുന്ന വിളിച്ചിട്ടില്ലെങ്കിലും വിളിക്കുന്നവരുണ്ട്. അതൊക്കെ അങ്ങനെ അസ്വാഭാവികം. തെറ്റുകൾ തിരുത്തപ്പെടണം. അപ്പോൾ തെറ്റുകൾ തിരുത്തപ്പെടണമെങ്കിൽ ആദ്യം ഇതിനൊക്കെയുള്ള സംവിധാനങ്ങൾ മാറണം. ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഉദ്ഘാടന പരിപാടിക്ക് വേണ്ടിയിട്ട് കണ്ടോ, ജനങ്ങളെല്ലാം പറയുന്നുണ്ടോ സപ്പോർട്ടാ. ഉദ്ഘാടന പരിപാടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വലിയ സ്റ്റേജ് വിടേണ്ട കാര്യം ഒന്നുമില്ല. ഇത് വെറും ഒരു പ്രഹസനമാണെന്നാണ് പുല്ലൂർ സാംസ്കാരിക അഭിപ്രായം. ഇവിടെ വരുന്ന MLA അല്ലെങ്കിൽ MP ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇവിടെ എത്രയോ വർഷം കൊണ്ട് ഇവിടെ കിടക്കുന്ന ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ്. അതിനിപ്പുറത്ത് നേരത്തെ കുറച്ചകത്തോട്ടായിരുന്നു, ഇപ്പോൾ അതാണ്ട് പട്ടി കിടക്കാൻ വേണ്ടി ഒരു നടപ്പാത ഉണ്ടാക്കി വെച്ചു. ഇതൊന്നും ആവശ്യമുള്ള രീതി പ്രയോജനപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, നശിച്ച് തൊലഞ്ഞു കിടക്കുക. നടപ്പാത ജനങ്ങൾക്ക് വേണ്ട ഭാഗത്തല്ല ഇട്ടേക്കുന്നത്. പറയാനാണെങ്കിൽ ഇങ്ങനെ ഒരായുസ് മുഴുവൻ പറയാനുണ്ട്. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഈ ഒരു കഥയാണ്. ഇവിടെ നിൽക്കുന്ന ഈ ആൾക്കാർക്ക് ഇത്രയും കാലമായിട്ട് നിൽക്കുന്ന ബസ് കയറാൻ നിൽക്കുന്നവർ കണ്ടോ, ഇവർ ഈ വെയിലെത്തും ഈ മഴയെത്തും ഇവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് കണ്ടോ പ്രൈവറ്റ് ബസ് കൊണ്ട് നിർത്തുന്നതാണ്. എവിടെ നിന്നൊക്കെയാണ്, ഏതൊക്കെ ഭാഗത്തേക്ക്, അഞ്ചൽ, പുനലൂർ, പൊരുന്നട, ഏതൊക്കെ സ്ഥലത്തേക്കാണ് വരുന്നത് അല്ലേ? ഇവരിവിടെ എത്തുന്നതുകൊണ്ടാണല്ലോ ഇവിടെ വികസനം നടക്കുന്നത്. ഇവിടെ എത്തുന്നതുകൊണ്ടാണല്ലോ ഇവിടെ വികസനം നടക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഇവർക്ക് ഇത്രയും കാലമായിട്ട് ഒരു ബസ് സ്റ്റോപ്പ്, ഒരു ചെറിയ ബസ് സ്റ്റോപ്പ്, ഈ ബസ് സ്റ്റോപ്പ് പണിഞ്ഞു കൊടുക്കാൻ കഴിവില്ലാത്ത മാറി വരുന്ന രാഷ്ട്രീയക്കാർക്ക് കണ്ട ഇത് കണക്കുള്ള അമ്മമാർ ബസ് കയറാൻ പോയി നിൽക്കുക. വെയിലും കൊണ്ട് അല്ലമ്മ, വെയിലും കൊണ്ട് മഴയും കൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ബസ് സ്റ്റോപ്പ് ഉണ്ടോ? കയറി നിൽക്കാറ് സ്ഥലമുണ്ടോ? അല്ലേ, ശരിയല്ലേ? അന്നേരം നിങ്ങൾക്ക് നിൽക്കുക. ഇവിടുന്ന് വരുന്ന ഒത്തിരിയോ ആൾക്കാർ ഇപ്പോൾ മഴ പെയ്ത് എവിടെ കയറി നിൽക്കും? നോക്ക്, ഇപ്പോൾ മഴ പെയ്ത് എവിടെ കയറി നിൽക്കും? എത്രയും ഇതൊന്നും അല്ല ജനം സ്കൂൾ ടൈം മറ്റന്നാൾ ഇപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറം ഇപ്പോൾ ബസ് കൊണ്ട് നിർത്തിയ സ്ഥലം നോക്കുമല്ലോ. വീതിയില്ലാത്ത സ്ഥലത്താണ് ഇപ്പോൾ ഈ സ്റ്റേജ്. ഇത് നിർത്തലാക്കണം. കാര്യം മുനിസിപ്പാലിറ്റി രണ്ടും നടക്കുന്നതിന് ഏത് രാഷ്ട്രീയക്കാരുടെ പരിപാടി ആയാലും അല്ലെങ്കിൽ പൊതുപരിപാടി ആയാലും അതിൻ്റേതായ സ്റ്റേജ് ഉണ്ട് അല്ലയോ? അവിടെ വെച്ചല്ലേ നടത്തണ്ടേ? ഇവർക്ക് നമ്മൾ വോട്ടും കൊടുക്കണവരൊക്കെ നമ്മൾ പേടിക്കാൻ വേണോ? വേണ്ടോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ തന്നെ ഈ കാണുന്ന കട നോക്കുക, എല്ലാം അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങളാണ് വെളിയിലോട്ട്.
ഇപ്പം ഞാൻ കാണിച്ചത് ജനങ്ങൾക്ക് നിൽക്കേണ്ട ഒരു ബിൽഡിംഗ് കൂടിയായിരുന്നു നേരത്തെ. ഇത് നല്ല പാർക്കിംഗ് ഏരിയ ഉള്ള സ്ഥലമാണ്. ഇവിടെ എല്ലാം കച്ചവടം നടക്കേണ്ടതാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മിണ്ടണ്ട, മിണ്ടിക്കഴിഞ്ഞാൽ അവർക്ക് നാളെ പണിയാണ്. നാളെ മുനിസിപ്പാലിറ്റി നടത്ത ലെറ്റർ വരും. നിങ്ങൾ നോക്കി, ഈ കാണുന്ന സ്ഥലം മൊത്തം ഇത് കണ്ടോ, അവിടെ വരെയുള്ളൂ ഭിത്തി. ഇവിടെ ജനങ്ങൾ മഴ നനയാതെ വെയിലുള്ളതെ കയറി നിൽക്കേണ്ട ഒരു സ്ഥലമായി കാണുന്നത്. ഇത് കണ്ടോ, ഇത് മൊത്തം കെട്ടി അടച്ചേക്കുക. ഇതായിരുന്നു പഴയകാലത്തുള്ളവർക്ക് ഓർമ്മ കാണും, അറിയാവുന്നവരൊന്ന് പറയണേ. ഈ ഷട്ടറുണ്ട്, ഇതായിരുന്നു യഥാർത്ഥ അളവ്. ഇവിടെ വരെയുള്ളൂ. ഈ പടി വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെയായിരുന്നു ഈ മഴ നനയാതെ ആൾക്കാർ കയറി നിൽക്കുന്നത്. ഇപ്പോൾ എവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇതിങ്ങനെ കിടക്കുന്ന, ഇവിടെ നിന്ന് ഇങ്ങനെ കാണിക്കാൻ പറ്റുന്ന കാര്യം മുകളിലത്തെ നിലയിലേക്ക് കയറി പോകുന്ന മനോഹരമായ ഒരു ബിൽഡിങ്ങാണ്. പറഞ്ഞിട്ട് കഥയില്ല, പോട്ടെ. ഇപ്പോൾ ഇവിടെയാണ് എന്നിട്ട് കൊണ്ട് ഇപ്പോൾ സ്റ്റേജും കെട്ടി. ഈ സ്റ്റേജ് വന്നിരിക്കുന്ന MPയോടും MLAയോടും ഞാൻ അവരുടെ ഫോട്ടോ ഇട്ടിട്ട് കാണിച്ചു തരും. ഇവരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, ഇതിനൊരു മാർഗം കാണണം. കാര്യം പൊതുപരിപാടികൾ ഇത് കണക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് റോഡിൻ്റെ നടുക്ക് കൊണ്ടൊന്ന് വെച്ച് ചെയ്യാൻ പാടില്ല. ഒരുപാട് പേർക്ക് എൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാർ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും എടുത്തത്. ഒരുപാട് പേർക്ക് എൻ്റെ ബുദ്ധിമുട്ടുണ്ട്. കണ്ട, സ്റ്റേജും പരിപാടിയൊക്കെ ഇടുന്നതിന് അതിന് പരിധിയുണ്ടോ? സ്റ്റേജ് ഉണ്ട്, ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ഒരു സ്റ്റേജ് പണിഞ്ഞിട്ടേക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ബസ് സ്റ്റോപ്പ് ഇല്ലാതെ ഇതെല്ലാം കൈയേറാൻ, ഇവിടുത്തെ ഈ സ്ഥലങ്ങൾ മൊത്തവും അനധികൃതമായിട്ട് കൈയേറാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് കൈക്കൂലി അതായത് തെണ്ടിപ്പണം മേടിച്ചുകൊണ്ട് തെണ്ടിത്തരം കാണിച്ചതിൻ്റെ ഫലമാണ് ഈ ജനങ്ങളെല്ലാം ഇന്ന് റോഡിൽ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ എടുത്തൊരാളുടെ കടയാണ്. നോക്ക്, പച്ചക്കറി കുറച്ചുകൂടെ സ്ഥലം കൊടുത്തിരുന്ന് ഇഞ്ഞു വന്നാണ്. അതായത് ആദ്യത്തെ ഒരു തട്ടുണ്ട് അവിടെ, അത് കഴിഞ്ഞിട്ട് അടുത്ത തട്ട്. ഇപ്പോൾ വെളിയിൽ അടുത്ത തട്ട് വന്നിരിക്കുക. കണ്ട, ഇത് ഇവിടെ നഗരസഭ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കയ്യേറ്റം ഒഴിക്കാനും ഉണ്ടാക്കാനൊക്കെ നടക്കുന്നല്ലോ. നിനക്കൊക്കെ നാണമുണ്ടോ? അറിയാൻ വേണ്ടി ചോദിക്കുമോ? നാണമുണ്ടോ? പാവപ്പെട്ട നെഞ്ചത്തിടെ കയറാൻ അറിയാമല്ലോ. ഇവിടെ ജനങ്ങൾക്ക് കയറി നിൽക്കേണ്ട സ്ഥലം കൈയേറിയിട്ട് വർഷങ്ങളായി. ഇതുവരെയ്ക്കും ഒരു ചെറു വരലാനൊക്കെ നിനക്കൊന്നും കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് വലിയ വീമ്പിളക്കുവാ, വീമ്പ്. ഞങ്ങളങ്ങ് ഉണ്ടാക്കി തരും, അത്ര ഉണ്ടാക്കി തരുമെന്ന്. പക്ഷേ ഇത് കാണുന്ന എല്ലാവർക്കും പറയാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ടോക്ക് ചോദിച്ചാൽ പോലും തരില്ല. കാര്യം അവർക്ക് പേടിയാന്നേ, ജീവിക്കണ്ടേ? ഇപ്പോൾ കടക്കാരുടെ മുമ്പിൽ തന്നെ ക്യാമറ വെച്ചാൽ അവർ പറയാൻ റെഡിയാ. ഇതെല്ലാം കൈയേറി പൊന്നൂർ പട്ടണത്തിൽ നടക്കാനും ഓരോ ബിൽഡിങ്ങിൻ്റെയും സ്ഥലങ്ങൾ മറ്റ് എന്താ പറയുക, പാർക്കിംഗ് ഏരിയ കാണിച്ച് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അതിൻ്റെ തെളിവ് സഹിതം ഞാൻ തരാം. വിവരാശം എടുത്തിട്ടുണ്ട്, എൻ്റെ ഉണ്ട്, വിവരാശം എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ബിൽഡിംഗ് ഒരു ബിൽഡിങ്ങായിട്ട് ബന്ധപ്പെട്ട് മൊത്തത്തിൽ എല്ലാവരും ഒരു കണക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള പരിപാടി നടത്താൻ അതിൻ്റേതായ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് എത്രയും വേഗം ഈ പാവപ്പെട്ട ജനങ്ങൾക്ക്, ഈ നിൽക്കുന്ന അച്ഛനമ്മമാർക്ക്, ഈ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, ഇനി സ്കൂൾ കുട്ടികളോട് വരും, അവർക്ക് കയറി നിൽക്കാൻ ബസ് കയറുന്നിടത്ത് വെയിലില്ലാതെ. കാരണം നിങ്ങൾ വെള്ളമൊന്നും കൊടുക്കണ്ട, വെള്ളം കൊടുത്തതിൻ്റെ കഥ ഞാൻ കാണിച്ചു തരാം വേണമെങ്കിൽ. വേണ്ട, നിങ്ങളുടെ പദ്ധതിയൊക്കെ എങ്ങനെയാണെന്ന് വേണമെങ്കിൽ കണ്ട് മാറി വരുന്ന അണ്ണന്മാർ കണ്ടോ. പാവപ്പെടേണ്ട ഇതേക്ക് വിയർത്ത് ജീവിക്കുന്നവരാണ് ഇവിടുത്തെ സമൂഹത്തിലെ ആൾക്കാർ. ഇതേക്ക് വിയർത്ത് ജീവിക്കണം, അല്ലാതെ കൊള്ളയടിച്ചും പിടിച്ചു പറിച്ചൊക്കെ ജീവിച്ചാൽ താണ്ട് ഇതേപോലെ ഇരിക്കും. കണ്ട, കുടിവെള്ള പരിപാടിയാണ് കൊണ്ടുവച്ചേക്കുന്നുണ്ടോ? എന്തായാലും നേതാക്കന്മാരെല്ലാം ഫോട്ടോ പിടിച്ചിട്ടുണ്ട്. വെച്ചിട്ട് എത്ര വർഷമായി? കുടിവെള്ളം പോയിട്ട് എന്തെങ്കിലും ഒരു കുന്തം കിട്ടുമോ? അപ്പോൾ ഇത്രയും വെയിലെത്തി, എരിവരുന്ന വെയിലെത്തി ജനങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മഴ നനയാതിരിക്കാൻ നിങ്ങളുടെ രാഷ്ട്രീയ പരിപാടി നടത്തുക, അല്ലെങ്കിൽ പൊതുപരിപാടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസനം കൊടുക്കുന്നു എന്ന് പറയുന്നു. കൊടുത്തതിൻ്റെയൊക്കെ കണക്ക് കൊടുത്ത ആൾക്കാർക്കാണ് മാർക്കറ്റിൻ്റെയൊക്കെ അവസ്ഥ. ഇതിനൊക്കെ എനിക്കൊന്ന് കേരളത്തിലെ ഏറ്റവും ഇഷ്ടംപോലെ സ്ഥലമുള്ള മാർക്കറ്റ്. ഈ മാർക്കറ്റിൽ ഏതാണ്ട് ഇതിൻ്റെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ മാർക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമുള്ളൊരു സ്ഥലമാണ്. അവിടെ ഇത് കണക്കുള്ള ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കയറി നിൽക്കാൻ, വെയിൽ കൊള്ളാതെ തണലത്ത് കയറി നിൽക്കാൻ സ്ഥലമില്ല. പക്ഷേ നിങ്ങൾക്ക് വിശാലമായ പന്തലും നിങ്ങൾ തന്നെ എല്ലാം കാണിക്കുന്നു. അഴിമതിക്കും ബാക്കിയുള്ളതിനെല്ലാം എല്ലാവരും ഇല്ല കേട്ടോ. ഞങ്ങളുടെയൊക്കെ MLA MP ഒക്കെ ഇവിടെയൊക്കെ എല്ലാത്തിനും ഭേദമാണ്. നാണ്ടവരുടെയൊക്കെ ഫോട്ടോസ് ഉണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ, നല്ല കാര്യം. പക്ഷേ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ സ്റ്റേജിലിരിക്കുമ്പോൾ നേരെ ഒന്ന് നോക്കണം. ഞാൻ ഇങ്ങോട്ട് ഇത് കണക്ക് ജനങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ നേരത്തെ ഇത് കണക്കൊരു വീഡിയോ ഇട്ടപ്പോൾ അത് ഒരുപാട് പേര് കണ്ട്. എറണാകുളത്തുനിന്ന് കുറേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടീം വന്നിട്ട് ഇവിടെ ആൾക്കാർക്ക് കയറി നിൽക്കുന്നതിന് വെയിറ്റ് ഷർട്ടും അതിൻ്റെ സംവിധാനങ്ങളെ ചെയ്തു കൊടുക്കാം, അവരുടെ പരസ്യ ബോർഡ് മാത്രം വയ്ക്കുമെന്ന് പറഞ്ഞു. പ്രൈവറ്റ് കമ്പനികൾ ഇഷ്ടംപോലെ ചെയ്തു തരാൻ വന്നാൽ പോലും അത് മുടക്കുന്ന രാഷ്ട്രീയക്കാരാണ് ഇവിടെ ഉള്ളത്. മനസ്സിലായില്ലേ? ഇപ്പോൾ താണ്ടി ബസ് വരുവാ, ഇവർക്കൊക്കെ എന്ത് സേഫ്റ്റി ഉണ്ട്? അപ്പോൾ ഇത് കണക്ക് ഈ ഒരു പന്തൽ ഇവിടെ കിടക്കുമ്പോൾ ഇവിടെ ഇന്ന് നടക്കാൻ പോകുന്ന പരിപാടിക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. വികസനം വന്നങ്ങും അടിച്ച് മൊത്തത്തിലങ്ങ് പൊളിക്കുക നിങ്ങൾ സമ്മതിച്ചു. പക്ഷേ ഇതാണ്ട നിങ്ങൾ അതേ കണക്ക് തന്നെ ഈ സ്റ്റേജിലിരിക്കുമ്പോൾ താണ്ട് ഈ കാണുന്ന സ്ഥലത്താണ്ട് ഇവിടെ കണ്ട, ഇവിടെ നിങ്ങളൊന്ന് ഒരു വെയിറ്റ് ഷെഡ് പേരിനെങ്കിലും ഒരു 4 ടാർപ്പ് വലിച്ചിട്ടെങ്കിൽ ഈ പാവപ്പെട്ട അമ്മമാർക്ക് നിൽക്കാൻ, അല്ലെങ്കിൽ കൈയേറിക്കുന്ന എല്ലാം ഒഴിപ്പിച്ചിട്ട്. ചങ്കൂറ്റുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഓരോരോ കൊടിയുടെ കിഴി ഓരോരുത്തര ചങ്കൂറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഒഴിപ്പിക്കരുതെന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കൈയേറി എല്ലാം വിശാലമായിട്ട് എല്ലാം റോഡിലായിരിക്കുന്നത്. കുഴപ്പമില്ല. പക്ഷേ അകത്തോട്ട് ഇരുന്നിരുന്നെങ്കിൽ കുറച്ച് ആൾക്കാർ കച്ചവടം കൂടിയാണ്. ഇത് പറയുമ്പോൾ വിഷമം കാണും, പക്ഷേ കുറച്ച് കച്ചവടം കൂടിയാണ്. കച്ചവടം കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? വേണ്ട, ഇപ്പം ഒരു സ്റ്റേജ് കാരണം വന്നിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും ജനങ്ങൾ ഇവിടെ, ഇത്രയും ബുദ്ധിമുട്ട് ആർക്കാർക്കായി ബുദ്ധിമുട്ട്? പാവപ്പെട്ട ജനങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് കണ്ടില്ലേ? അപ്പോൾ
ഇനിയെങ്കിലും ഇവിടുത്തെ പരിപാടികൾ മാറ്റി ചെമ്മന്തൂരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, അല്ലെ മാർക്കറ്റിനകത്ത് ഇഷ്ടംപോലെ സ്ഥലം കിടപ്പുണ്ട്, മാർക്കറ്റിനകത്തൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അങ്ങോട്ടാക്കുക. എന്തായാലും ഇന്ന് ബസ് കയറാൻ നിൽക്കുന്നവർക്ക് എന്തായാലും ഇവിടുത്തെ പരിപാടി തീരുന്നവരെ തണലുമുണ്ട് കണ്ടോ, വണ്ടികളിടാൻ സ്ഥലമില്ല. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല, ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. പിന്നെ വികസനത്തിനെക്കുറിച്ച് എണ്ണി പറയാൻ എനിക്കുമുണ്ട്. ഞാൻ കറക്റ്റായിട്ട് നിങ്ങളുടെ നടന്നിട്ടുള്ള ഓരോ ബസ്സിനും ഈ ഇലക്ഷൻ മുമ്പിട്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ.